സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2023 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/23. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? എ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം നടന്നത് 1917 ഇതിൽ ചരിത്രപരമായിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. നെപ്പോളിയന്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1815 ആണ്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 14 ലൂയി 14. താഴെ പറയുന്നവയിൽ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക. എ. ഹരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. ബി. ഹരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു. സി. ഹരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഹരപ്പൻ ജനത വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ തന്നിരിക്കുന്നത് ഇരുമ്പ് യുഗം എന്നതാണ്. ഹരപ്പൻ സംസ്കാരം വെങ്കല യുഗ സംസ്കാരമായിരുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നത് ചൗരി ചൗര സംഭവം, അഹമ്മദാബാദ് മിൽ സമരം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, ചമ്പാരൻ സത്യാഗ്രഹം. ചൗരി ചൗര സംഭവം നടന്നത് 1922 അഹമ്മദാബാദ് മിൽ സമരം 1918 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം 1929 ചമ്പാരൻ സത്യാഗ്രഹം 1917 ഓപ്ഷൻ സി ആണ് വരുന്നത്. 4 ചമ്പാരൻ സത്യാഗ്രഹം, 2 അഹമ്മദാബാദ് മിൽ സമരം, 1 ചൗരി ചൗര സംഭവം, 3 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? അഖിലത്തിരുട്ടാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ്. ജാതി മീമാംസ, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ഗംഗ ഓപ്ഷൻ ബി ആണ്. ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂകമ്പ നാഭിയാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂകമ്പ നാഭി. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ യുവത്വ ഘട്ടത്തിൽ വെച്ചാണ്. ഓപ്ഷൻ ബി യുവത്വ ഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ഏറ്റവും ദൃഢമായ ധാതു ഏതാണ്? ഏറ്റവും ദൃഢമായ ധാതു ഡയമണ്ട് ആണ്. ഡയമണ്ട്. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരനാണ് കേപ്പൻ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. MC റോഡിന് സമാന്തരമായിട്ട് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേരാണ് ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം
പഴം പച്ചക്കറികളുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുവർണ വിപ്ലവം. സുവർണ വിപ്ലവം പഴം പച്ചക്കറികളുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ളത് റാബിയാണ്. റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് സിഡ്കോ. SIDCO. സിഡ്കോ. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ തന്നിരിക്കുന്നു. സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ഇവ എല്ലാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ലോക പയറുവർഗ ദിനം. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനം എന്നാണ് ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നുമാണ്. ഫ്രഞ്ച്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം. മാൻഡമസ് കൽപ്പന. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം കൽപ്പന. മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 51A ആണ്. മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്? കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? തുറമുഖം യൂണിയൻ ലിസ്റ്റാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നു തുറമുഖം. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് ഭരണഘടനയിലാണ്. ഭരണഘടന. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. സ്പെക്ട്രം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പെക്ട്രം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികൾ. സ്പെക്ട്രം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായിട്ടും നടപ്പാകുന്നത്? വില്ലയാണ്. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായിട്ടും നടപ്പാക്കുന്നത്? വില്ല. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുലയാണ്. മെഡുല. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത്? രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു കാൽഷ്യമാണ്. കാൽഷ്യം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. ഗൗട്ട്. ICDSന്റെ പൂർണ്ണരൂപം. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. എലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? എലീസ ടെസ്റ്റ് എയ്ഡ്സ് രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എലീസ ടെസ്റ്റ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരുക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? രണ്ടാം ചലന നിയമമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തുന്നത്. രണ്ടാം ചലന നിയമം.
കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയിരിക്കുന്നത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? -2D. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ആണ്. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? തന്നിരിക്കുന്നു ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കുവാനുള്ള കഴിവ്. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് എല്ലാം. ഇതെല്ലാം നിക്രോമിന്റെ മേന്മകളാണ്. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? EOS 06 ആണ് PSLV C-54. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ. ഓപ്ഷൻ ബി ആണ് ജർമേനിയം, സിലിക്കൺ, ബോറോൺ. ഇരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ശരിയായിട്ടുള്ള ജോഡികൾ ഓപ്ഷൻ സി ആണ് 2, 4. പാവക്കുട്ടി, ഗ്രേസി. എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റക്കാട്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥ. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത്? ദി ക്രിയേഷൻ ഓഫ് ഫാദർ. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതിയാണ് നൃത്തം ചെയ്യുന്ന കുടകൾ. നൃത്തം ചെയ്യുന്ന കുടകൾ. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് അവസാന ഭാഗത്ത് നോക്കാം. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദർ? ഹൂസ് റെഡ് കാർ ഈസ് ദാറ്റ് ഓവർ ദർ? The punishment for a dash crime is usually harsher than an unplanned crime. Option B, premeditative. The punishment for a premeditative crime is usually harsher than an unplanned crime. The professor, along with his students, dash attending the seminar. Is attending the seminar. No one can live without hope. Change this assertive sentence into an interrogative form. Option D ആണ് ഉത്തരം. Can anyone live without hope? Which of the following words cannot use the suffix word? Option B, member. One who has little faith in human goodness and sincerity is a cynic. The expression sit on the fence means sit on the fence. To remain neutral. Are you interested in acting? Meena asked me. Change the above sentence into indirect speech. Meena asked me if I was interested in acting. Fill in the correct tense form of the verb go. Did he just go out? No, he went out 10 minutes ago. Option D, go, went. I will have to dash a lot of effort to complete the work on time. I will have to put in a lot of effort to complete the work on time. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? നാരദക്രിയ. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏത്? ഗജാശ്വങ്ങൾ. ഗ്രഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. വിയോഗം എന്ന വാക്കിന്റെ വിപരീതം സംയോഗം.
കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏത്? ഗഗം. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? ദ്രോണർ. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തുക. വാക്യം: പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. ഓപ്ഷൻ ബി: മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. ഇനി വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3, 4. ജനുവരി 30-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ലോകാരോഗ്യ ദിനമായ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ 1, 3, 4 എന്നിവ. അടുത്ത ചോദ്യം: തന്നിരിക്കുന്ന പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ഉം 3ഉം മാത്രം ശരി. 2 IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 വർഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997-ലാണ്. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ. ഓപ്ഷൻ ബി: ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPC ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5 ആണ്. 37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം എന്നിവയാണ് ശരിയല്ലാത്തത്. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുവാൻ പാടില്ല. അത് ശരിയാണ്. അടുത്ത ചോദ്യം: കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. ഓപ്ഷൻ എ ആണ്. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് 180 ml. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം മാത്രം. 2, 3. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 85%.
കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ വിമുക്തി. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് 1, 3 മാത്രം. 1, 3. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കുവാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT Act 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുവാൻ ബാധ്യസ്ഥൻ? ഓപ്ഷൻ ഡി ആണ് 1, 2, 3. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഒരു വ്യക്തി IT Act 2000 സെക്ഷൻ 43യിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് 49/200 ആണ്. ഒരു സംഖ്യയുടെ 30%വും 20% തമ്മിലുള്ള വ്യത്യാസം 116 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 25% എത്രയായിരിക്കും? ഓപ്ഷൻ സി 290. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 30:40:77. 100, 1000 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 9ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം 55,350. 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 1/2. 56 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 57 ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0, 8, 24, 48. ഓപ്ഷൻ ബി ആണ് ഉത്തരം 80. 58ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 11. 59 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 18. അവസാനത്തെ ചോദ്യം, സോഴ്സ് എന്ന വാക്കിന്റെ കോഡ് TNVQDD ആണ് എങ്കിൽ മൊബൈൽ എന്ന വാക്കിന്റെ കോഡ് എങ്ങനെ എഴുതാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം NNCHMD. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.